നല്ല പേടിണ്ട് കേട്ടാ. അതോ ഗുഡ് ഗുഡ് കൊടുക്കേ. ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അസർബൈജാനിലെ 3-ാമത്തെ ദിവസമാണ്. കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഏകദേശം 2 മാസത്തോളം ഇപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ 2 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് 3-ാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ റൂം ക്ലീൻ ചെയ്യാനൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ലോങ് ഡ്രൈവാണ്. ഷഹദാഗ് മൗണ്ടെയിനിലേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലോക്കൽ റെസ്റ്റോറൻറ്റിലാട്ടോ കയറിയിട്ടുള്ളത്. അസർബൈജാനി ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നമ്മളെ നാട്ടിലെ ബിരിയാണി പോലുള്ളൊരു റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പല വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട്. റഷ്യൻ കേക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റഷ്യൻ ഹണി കേക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ പീസ് മേടിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അസർബൈജാനികളുടെ സ്ഥിരമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പായതുകൊണ്ട് തന്നെ അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് മാത്രമേ കേട്ടോ ഇവിടെ കിട്ടുള്ളൂ. ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, നാട്ടിലൊരു ഹോട്ടൽ, അങ്ങാടിയിലുള്ള ഹോട്ടൽ പോലെ അവരുടെ ഒരു കുഞ്ഞു ഹോട്ടലാണ് കേട്ടത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു റൈസാണ്. ഇതിലേക്ക് ചിക്കൻ്റെ ഒരു ബിരിയാണി പോലെയുള്ള മന്തീൻ്റെ അരി വെച്ചിട്ട് ബസ്മതി റൈസിൽ വരുന്നുള്ള ഒരു ബിരിയാണി പോലത്തെ ഒരു ഐറ്റം കേട്ടോ. നല്ല ടേസ്റ്റിന് ഇനി കഴിക്കാൻ. ചിക്കനൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് മസാലയിലൊക്കെ കോട്ട് ചെയ്തിട്ടുള്ളൊരു ചിക്കനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിൻ്റെ ഇനി കേട്ടോ. അങ്ങനെ സിഎംഒക്ക് കട്ടൻ ചായ ഇതൊക്കെ കൊടുക്കുകയാണ്. പിന്നെ കാക്കു ഈ ഒരു ഈ ഒരു മുന്തിരി ലീവ്സിൽ പൊതിഞ്ഞിട്ടുള്ള എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിച്ചിറങ്ങി. ഇത് അസർബൈജാനിലെ സ്കൂളിലാണ് കേട്ടോ ആ കാണുന്നത്. ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവാൻ പറ്റും, ഞങ്ങളിപ്പോൾ ഒന്ന് അസർബൈജാനിൽ 3-ാമത്തെ ദിവസമാണ്. അസർബൈജാൻ സിറ്റിയിൽ ബാക്കു സിറ്റിയിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ പ്ലേസസ് ഉള്ളൂ കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് ലോങ് ഡ്രൈവാണ് പോകുന്നത്. ഷഹദാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗണ്ടെയിനിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മൗണ്ടെയിനിൽ നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് മാർച്ച് ലാസ്റ്റാണ് കേട്ടോ. മാർച്ച് ലാസ്റ്റിലാണ് നമ്മൾ മാർച്ച് 30, 31 ആ ഒരു ഡേറ്റിലൊക്കെ ആയിരുന്നു നമ്മൾ അസർബൈജാനിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ക്ലൈമറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കു സിറ്റിയിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്റർ, അതായത് ഒരു 3-3.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട് കേട്ടോ. 3.5 ഹവേഴ്സ് എന്തായാലും റണ്ണിങ് ഉണ്ട്. ആ ഒരു 3.5 മണിക്കൂർ യാത്രയിൽ 1-2 ടൗണ്, അതായത് ചെറിയ ടൗണ് പോലെയുള്ള 1-2 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഇതുപോലെ കാലിയായിട്ടുള്ള റോഡാണ്. അതുകൊണ്ട് പെട്രോളും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ. പിന്നെ നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് സമയം എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരമാണ് നമ്മൾ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടേനി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് സമയം നമുക്ക് ആ ഒരു മഞ്ഞിൽ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഞാനിന്നിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ജൂൺ 3 ജൂൺ 3 ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മഞ്ഞൊന്നും ഇല്ലാത്ത സമയമാണ് കേട്ടോ. ഡിസംബറിലാണ് അവിടെ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നോക്കിയിട്ട് പോയാൽ മതി. പിന്നെ ഇത് പോണ വൈക്കലുള്ള കാഴ്ചയാണ് കേട്ടോ. ബാക്കു സിറ്റി കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്ന കാഴ്ചയാണ് അവിടുത്തെ ഖബറാണ് കേട്ടോ. നമ്മൾ എല്ലാവർക്കും മരണം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു മരിച്ചാൽ കൊണ്ടുപോയിട്ട് കിടത്തണ, നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു പള്ളി, ആ ഒരു പള്ളിയിലെ ഏരിയയിലുള്ള ആളുകളൊക്കെ ആ ഒരു പള്ളിയിലാണ് മറവ് ചെയ്യുക. ഇതിങ്ങനെ വലിയ വിജനമായ സ്ഥലത്ത് ഒരുപാട് ആളുകളുടെ ഖബറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. വെറൈറ്റി മീൻസ് നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഖബറല്ല അവിടെ കാണുന്നത്. ആളുകൾ പൂവും കാര്യങ്ങളൊക്കെ, മുസ്ലിങ്ങളെ പള്ളിയും കാര്യങ്ങളും ഒന്നുമില്ല ചുറ്റിലും, ഇങ്ങനെ ഖബർ മാത്രമേ ഉള്ളൂ. അതിൽ പൂവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ഇടയിൽ രാവിലെ ഭക്ഷണം കഴിച്ച് പോകുന്നതാണല്ലോ, ഉച്ചയ്ക്ക് എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു റോഡിൽ എനിക്ക് തോന്നുന്നു നമ്മളും
കുറച്ച് ആളുകളും മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ ദൂരം പോകുന്ന സമയത്ത് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ്. അവിടെ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. Juice, make some juice. ഇതുപോലുള്ള ഒരുപാട് ഷോപ്പുണ്ട്. എല്ലാ ഷോപ്പിലും ഉള്ളത് സെയിം ഐറ്റംസൊക്കെ തന്നെ കേട്ടോ. നാടൻ മുട്ട ഉണ്ട്, അതുപോലെ കുറച്ച് ആപ്പിള്. ആ ഒരു സീസണിൽ എന്താണോ ഫ്രൂട്ട് അവരുടെ കയ്യിലുള്ളത് ആ ഒരു ഫ്രൂട്ടാണ് കേട്ടോ അവരിവിടെ കൊടുന്ന് വിൽക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടതാണ് ഈ ഒരു പത്തിരി പോലുള്ള സാധനം കേട്ടോ. എന്തോ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ പ്യൂരി എടുത്തിട്ട് ഉണക്കിയതാണ്. പിന്നെ ഇത് വാൽനട്ട് വിത്ത് ഷെല്ലാണ്. ഇതിൻ്റെ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഇവിടെ നല്ല ചീപ്പായിട്ട് കിട്ടും കേട്ടോ. 5 മനാത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ UAE ദിറംസ് ആണെങ്കിൽ ഒരു 10 ദിറംസിനൊക്കെ 1 kg ഒക്കെ കിട്ടും കേട്ടോ. ആ ഒരു രീതിയിലുള്ള അതുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ കുത്തി പൊട്ടിച്ച് കഴിക്കണം, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ വേറെയും കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അവരെ കയ്യിൽ. തേന്, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ സിറപ്പ്, സ്ക്വാഷ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. നാട്ടിലെ അടക്ക പോലെ തോന്നിക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഹേസൽനട്ടിൻ്റെ ഷെല്ലോട് കൂടിയിട്ടുള്ള ഹേസൽനട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഹേസൽനട്ടും അതുപോലെ ഇതും വാൽനട്ടും ഒക്കെ മേടിച്ചിട്ടുണ്ടേനി കേട്ടോ. കുറച്ച് പൈസ ഒക്കെ ആയിട്ടുള്ളൂ. പിന്നെ അത്രയും വെയിലാണ് കേട്ടോ. ആ പോണ റൂട്ടിലൊക്കെ വെയിലാണ്. എന്നാലും ഇവർ കോട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ആ ഒരു വെയിലത്തെ കോട്ടൊന്നും ഇടാൻ നമുക്കൊരിക്കലും സാധിക്കില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് അവർക്ക് ക്ലൈമറ്റ് സ്ഥിരമായിട്ട് അവിടെ തണുപ്പല്ല, അതുകൊണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഈ ക്യൂബ എന്ന് പറഞ്ഞത് അസർബൈജാനിലുള്ള വേറൊരു സിറ്റിയാണ് കേട്ടോ. വളരെ അധികം ദൂരം യാത്ര ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മുകളിൽ ഇങ്ങനെ ഇതുപോലെ മഞ്ഞൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത്. അതിന് മുന്നേ ഒന്നും കാണുന്നിട്ടില്ല. ഇനി അങ്ങനെ നമ്മൾ ഷഹദാഗിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി ഇതാ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ പോകും കേട്ടോ. അതിൻ്റെ ആ ഒരു സൈഡ് വരെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുക. ആ കാണുന്ന അത് കണ്ടോ, ഈ ഒരു മലേൻ്റെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് മഞ്ഞ ഉണ്ടാവില്ല. നമ്മൾ പോയ സമയത്ത് മഞ്ഞ ഏകദേശം കഴിഞ്ഞ് തുടങ്ങുന്ന ആ ഒരു സമയമാണ് കേട്ടോ. അതായത് ഞാൻ പോയിട്ടുള്ള മാർച്ച് ലാസ്റ്റിൽ മഞ്ഞ് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു മുന്നിൽ കാണുന്നത് ഷഹദാഗ് റിസോർട്ടാണ്. പക്ഷെ നമ്മൾ അവിടെ താമസിക്കുന്നൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉള്ളിൽ കൂടെയാണ് കേട്ടോ അതിന് അകത്തേക്കുള്ള എൻട്രി ഉള്ളത്. അപ്പോൾ ഉള്ളിൽ നിന്ന് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാണ്. ടിക്കറ്റ് എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ അഡ്വഞ്ചേഴ്സ് ഉണ്ട്. അതായത് സ്കേറ്റിങ്, റോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ഉണ്ട്. അത് ചെയ്തിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ കയറാൻ പറ്റും കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഏകദേശം ഈവനിങ്ങിൽ 5 മണി ഒക്കെ ആകുമ്പോൾ 4-4:30 5 മണിയൊക്കെ ആവുന്ന സമയത്ത് അത് ക്ലോസിങ് ടൈമാണ്. ഞങ്ങൾ ആ ഒരു സമയത്താണ് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് തീരെ സമയമില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ സ്പീഡ് നടന്നിട്ട് പോവുകയാണ്. സ്കേറ്റിങ്ങും റോപ്പ് വേയും ഒക്കെ ഉണ്ട്. ഞങ്ങൾ റോപ്പിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റാട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നടന്നിട്ട്. ഇനി ഇവിടെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു റോപ്പിന് നമ്മുടെ നാട്ടിലെ പോലെയല്ല. ശരിക്കും നല്ല പേടിയുണ്ട് ഇനി. കാരണം എന്താ വെച്ചാൽ ആ ഒരു റോപ്പ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പെട്ടെന്ന് ചാടി കയറണം കേട്ടോ. അവിടെ സ്റ്റോപ്പും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി റോപ്പ് നിർത്തുമൊന്നുമില്ല. അവർ ജസ്റ്റ് ആ ഒരു വണ്ടിയാണ് പോകുമ്പോൾ നമ്മളോട് പെട്ടെന്ന് ചാടാൻ പറയും, കയറാൻ വേണ്ടിയിട്ട് പറയും. ആ ഒരു സമയത്ത് ആ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളതിൽ കയറണിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കയറിയ സമയത്ത് നല്ല പേടിയുണ്ട് കേട്ടോ രണ്ടാക്കും. പിന്നെ ഇത് ഒരുപാട് ദൂരം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ശരിക്കും ആ പൈസക്ക് വേർത്താണ്. കാരണം എന്താ വെച്ചാൽ അത്രയും ലോങ്ങിൽ നമ്മൾ ഈ ഒരു റോപ്പിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ റോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ ഫ്രണ്ടിലൊരു ചില്ലിൻ്റെ ഗ്ലാസ് ഉണ്ടാവില്ല, അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളത് ക്ലോസും ചെയ്തിട്ടില്ല. ഇനി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഞങ്ങൾ 3 ആളും പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് അവിടെ നമ്മളെ
നിർത്തി തരും. ആ ഒരു സമയത്ത് നമുക്ക് അവിടുന്ന് അതേപോലെ ചാടിയിട്ട് പെട്ടെന്ന് ഇറങ്ങണം. അവിടെ കുറച്ച് ഐറ്റംസ് താഴേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചയൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ നമുക്ക് അധികം സമയം നിൽക്കാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിനി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് തിരിച്ചു പോന്ന്. താഴേക്ക് ഇറങ്ങുമ്പോഴും ഭയങ്കര പേടിയാണ്, കാരണം താഴേക്ക് അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഒന്നാമത് അതിനൊരു ഇതില്ല, ഒരു സേഫ്റ്റി ഇല്ലാത്ത പോലെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. കാരണം അതിൻ്റെ ഫ്രണ്ട് ക്ലോസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ വീണ് പോവോ എന്നൊക്കെ ഉള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാലും എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇതുപോലുള്ള നിമിഷങ്ങളെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വൈകുന്നേരം അവിടെ ക്ലോസിങ് ടൈമായി, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ച് പോരേണ്ടി വന്നു കേട്ടോ. പോരുന്ന വഴിക്ക് ഇടയ്ക്ക് എല്ലാ അങ്ങാടിയിലും ആയിട്ട് കുറച്ചധികം ഷോപ്പുകളുണ്ട് കേട്ടോ. ഇതുപോലെ സ്വീറ്റ്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി നോക്കിയതേന് കേട്ടോ. അപ്പോൾ അവിടെ ഇതുപോലെ വലിയ തട്ടിൽ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ വാൽനട്ടൊക്കെ വെച്ചിട്ട് നമ്മളെ ഇവിടെ അറബിക് സ്വീറ്റ്സ് ആയിട്ടുള്ള ബക്ലാവൊക്കെ ഉണ്ടല്ലോ, അതുപോലൊക്കെ ഉള്ള ഒരു ഐറ്റം, ഒരു സേമിയും വെർമിസെല്ലും അതുപോലെ സേമിയൻ്റെ മുകളിൽ വാൽനട്ടിൻ്റെ പൊടിച്ചിട്ടൊക്കെ ഉള്ള ഐറ്റം കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാടൻ മുട്ട ഉണ്ട്, ഡ്രൈഡ് ആപ്പിൾ, അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറേ ഇതുപോലെ നമ്മൾ വന്ന വഴിക്കല്ല കേട്ടോ തിരിച്ചു പോണത്, ഇതുപോലെ ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത റൂട്ടിലാണ് പോണത്. അങ്ങനെ കുറേ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾഡ് ബാക്കു സിറ്റിയിൽ, അതായത് നിസാമി സ്ട്രീറ്റ് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ആ ഒരു നൈറ്റ് വാക്കിന് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നിസാമി സ്ട്രീറ്റ്. അവിടേക്ക് തന്നെ പോവുകയാണ്. അവിടെ ഫുഡും കാര്യങ്ങളും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ റൂമിലേക്ക് പോകാമെന്ന് വെച്ചിട്ടുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് നിസാമി സ്ട്രീറ്റിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കാനേ പറ്റുള്ളൂ, ഉള്ളിലേക്ക് വണ്ടിയൊന്നും കടത്താൻ പറ്റില്ല. അങ്ങനെ നടക്കുകയാണ്. അടുത്ത ആളുകൾക്ക് നമ്മളെ നാട്ടിലെ പോലെ വീക്കെൻഡും കാര്യങ്ങളൊന്നും അല്ല തോന്നുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, എപ്പോൾ പോയാലും ഈ ഒരു സ്ട്രീറ്റിൽ നല്ല അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. അതേപോലെ കുറേ ആളുകൾ, കുറേ അധികം ഫുഡിൻ്റെ ഹോട്ടലും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ ആളുകളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി, നല്ല വിശപ്പുണ്ടേനി. അങ്ങനെ 1-2 ഷോപ്പിലും കാര്യങ്ങളിലൊക്കെ കയറി. അവസാനം ഇതാ ഷവർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ കയറിയിട്ടുള്ളത്. ഇവർക്ക് കുറേ ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ബാക്കു സിറ്റി കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ അധികം ഷോപ്പ് കാണലുണ്ട്. നല്ല അത്യാവശ്യം വലിയ സൈസുള്ള ഷവർമ്മയാണ്. പിന്നെ ഒരു ചായ ഓർഡർ ചെയ്തപ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ ഒരു നമ്മളെ വാൽനട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു കുക്കീസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ നമ്മൾ അറബിക് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്നത് കണ്ട് അങ്ങനെ തിരിച്ച് റൂമിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അങ്ങനെ അസർബൈജാനിലെ 3-ാമത്തെ ദിവസവും ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ള 2-3 ദിവസം കൂടി ഞങ്ങൾ അസർബൈജാനിൽ ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ 2 മാസത്തോളം ആവാറായി, ഇപ്പോഴാണ് ഫ്രീ ആയത്.